ഇസ്രായേലി പാർലമെന്റിലെ മുൻ സ്പീക്കർ അബ്രഹാം ബർഗ്, മുൻ ഇസ്രായേലി സമാധാന ചർച്ചാ പ്രതിനിധി ഡാനിയൽ ലെവി, ബ്രിട്ടീഷ് എഴുത്തുകാരൻ മൈക്കൽ റോസൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും വിധികൾ ഉയർത്തിപ്പിടിക്കണമെന്നാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ആയുധ കൈമാറ്റം നിർത്തിവെക്കാനും ഉപരോധം ഏർപ്പെടുത്താനും ഗസയ്ക്ക് മതിയായ മാനുഷിക സഹായം ഉറപ്പാക്കാനും നടപടികൾ വേണമെന്നും കത്തിൽ ആഹ്വാനമുണ്ട്. അതിനു പുറമെ സമാധാനത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്നവർക്കെതിരെ ജൂതവിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ തള്ളിക്കളയണമെന്നും കത്ത് ആവശ്യപ്പെടുന്നു. ഫലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം ജൂതമതത്തോടുള്ള വഞ്ചനയല്ല, മറിച്ച് അതിന്റെ പൂർത്തീകരണമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ജീവൻ നശിപ്പിക്കുന്നത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് പണ്ഡിതർ പഠിപ്പിച്ചത്. അധിനിവേശത്തിന്റെയും വർണ്ണവിവേചനത്തിന്റെയും അന്ത്യം കാണും വരെ വിശ്രമിക്കില്ല എന്നും അവർ കത്തിൽ പറയുന്നുണ്ട്. മക്കാബി എന്ന ഇസ്രായേൽ ഫുട്ബോൾ ക്ലബിന്റെ ആരാധകർ ആംസ്റ്റർഡാമിൽ ഉൾപ്പെടെ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതായി UK പോലീസ് ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അടുത്ത മാസം നടക്കാനിരിക്കുന്ന മക്കാബി ആസ്റ്റൺ വില്ല മത്സരം കാണാനെത്തുന്നതിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്തിരുന്നു. അതിനെ പോലും ജൂതവിരുദ്ധത എന്ന തരത്തിലായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വിശേഷിപ്പിച്ചിരുന്നത്. ഇസ്രായേൽ ഭരണകൂടം നടപ്പിലാക്കുന്ന വംശഹത്യയെ എതിർക്കുമ്പോൾ അതിന് ജൂതവിരുദ്ധതയായാണ് ചാപ്പകുത്തുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പതിവാണ് ഇത്. ഈ പശ്ചാത്തലത്തിലാണ് ജൂത വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ തന്നെ ഈ രീതിയെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്നത്. ഇസ്രായേലിനെതിരെ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖർ കത്തെഴുതുന്നത് ഇതാദ്യമായല്ല. ഇസ്രായേലുമായി ബന്ധമുള്ള സിനിമകളിൽ അഭിനയിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അവരുടെ പ്രതിഷേധം അറിയിച്ചത്.